ഈ പറയുന്ന വീണ വിജയന് പൈസ കൊടുക്കുന്നത് വഴി അതുവഴി ഒരു നേട്ടം ശശിധരൻ കർത്തയുണ്ടാക്കി. അതെന്ത് നേട്ടമാണെന്ന് ഒന്ന് സ്മൃതി പറഞ്ഞതാ? ഈ പറയുന്ന കുറ്റപത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഈ പറയുന്ന അഴിമതി നിരോധന നിയമപ്രകാരം കൊടുത്ത കേസിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഹൈക്കോടതി ഉത്തരവിൽ എവിടെയെങ്കിലും ഉണ്ടോ? 1 ഇഞ്ച്, 1 സെന്റ്, 1 മണ്ണ്, 1 ഗ്രാം ഈ പറയുന്ന കരിമണൽ തോട്ടപ്പള്ളിയിൽ നിന്ന് കൊണ്ടുപോകാൻ LDF അനുവാദം കൊടുത്തതിന്റെ ഒരു കടലാസ് കാണിക്ക്. ആകെ കൊടുത്ത ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, അത് കോൺഗ്രസ് ആണ്. 2004 അതിനുശേഷം VS അച്യുതാനന്ദനാണ് ആ സർക്കാരിന്റെ ഉത്തരവ് റദ്ദ് ചെയ്തത്. അതിനുശേഷമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കളക്ടർമാർ പലതവണ ഈ ലാൻഡ് സീലിംഗ് അടക്കമുള്ള കാര്യത്തിൽ, ഈ ഖനനത്തിന്റെ കാര്യത്തിലടക്കം സ്വകാര്യ കമ്പനിയുടെ ഭാഗത്ത് നിൽക്കുമ്പോഴും കൊടുക്കണ്ട എന്ന നിലപാടെടുത്തത്. ഒടുവിലൊരു ദേശീയ ഓർഡർ വരുമ്പോഴാണ്, ദേശീയ നിയമം വരുമ്പോഴാണ് അതിന്റെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിലെ എല്ലാ കരിമണലുകളും സ്വകാര്യ കമ്പനിക്ക് പോകുന്നത്. അതിനു മുമ്പ് ആ നിലപാടെടുത്ത പാർട്ടിയാണ് CPM. 1 രൂപ വാങ്ങിയിട്ടില്ല, ഒരു മണൽ പോയിട്ടില്ല. ആ വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ 2004 മറവിൽ കഴിഞ്ഞ 5 വർഷമായി അവിടെ മണൽ വാരുകയാണെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. വിശദീകരിക്കാണ്. ആരാണ് ഈ തോട്ടപ്പള്ളിയിൽ മണൽ വാരാനുള്ള അംഗീകൃത കമ്പനികൾ? ആരൊക്കെയാണ്? 1 KMML, കേരള സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ്. രണ്ടാമത്തത് ആരാ? IREL, കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ്. സ്മൃതി മനസ്സിലാക്കേണ്ടത്, KMML നിന്ന് ഈ CMRL കരിമണൽ വാങ്ങുന്നുണ്ടോ? KMML-ഉം CMRL-ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമില്ല. പകരം ആരൊക്കെ തമ്മിലാണ് ബന്ധം? KMML IREL-ന് കൊടുക്കുന്നു, IREL അവിടെ നിന്ന് ഇൽമനേറ്റ് വേർതിരിച്ച് CMRL-ന് കൊടുക്കുന്നു. മുഖ്യമന്ത്രിക്ക് പണം കൊടുത്തതുകൊണ്ട് കേന്ദ്ര ഏജൻസിയുടെ പൊതുമേഖലാ സ്ഥാപനം CMRL-ന് എങ്ങനെയാണ് കരിമണൽ കൊടുക്കുക? എങ്ങനെ ഇൽമനേറ്റ് കൊടുക്കുക? ഈ വാദമല്ലേ പൊളിയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വാദം പൊളിക്കുന്നതിന് മുമ്പ് ഇതിനെ 2 കോടി അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ വിഷയം അഴിമതിയല്ല എന്നുള്ളതാണ് ഒരു ബോധ്യം നമുക്കുണ്ടാവേണ്ടത്. കഴിഞ്ഞു.